മണി ഓർഡർ ആയിട്ട് അടുത്ത മാസം മുതൽ കാശെത്തും. വേറെ എന്തെങ്കിലും ആവശ്യം തോന്നിയാൽ ദേവിയോട് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ നടക്കട്ടെ, ഞാൻ അന്വേഷിക്കും. നാളെ പോകുന്നു. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ചെയ്യാമെന്ന് വെച്ചു. കാശ് അകത്തെടുത്ത് വെച്ചേക്കൂ. ദേവിക്കുട്ടിയെ കല്യാണം കഴിക്കാൻ പോണ ആളാ അല്ലേ? അയ്യോ, വല്യമ്മ എന്തൊക്കെയായി പറയണേ? എനിക്ക് കണ്ടാൽ അറിഞ്ഞൂടെ, ഈ മോന്റെ നല്ല മനസ്സാ. ദൂരത്തേക്ക് പോയാലും ഇടയ്ക്ക് വരണം. വരില്ലേ? രണ്ടാളും കൂടിയിട്ട് വരണം. ഞാൻ പോവാ വല്യമ്മേ. ആ ഒരു ഭ്രാന്ത് പറയണേന് എന്താ പറയാ? ഒന്നുമില്ല. ഒരു കാര്യം പറഞ്ഞ ഒന്നും തോന്നരുത്. അച്ഛൻ ചിലപ്പോ കോഴിക്കോട്ട് വന്നു വരും. അതിനെന്താ, വരട്ടെ. പ്രത്യേകമായിട്ട് ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ചിലപ്പോ ഈ വല്യമ്മ പറഞ്ഞ പോലെ വല്ലതൊക്കെ പറഞ്ഞു വരും അച്ഛനും. ഓ, അത് ശരി. എന്തെങ്കിലും പറഞ്ഞു ഒഴിയണം എന്നല്ലേ? ഓർമ്മിക്കാം. അച്ഛനോട് പറയാൻ മടിയുള്ളത് വല്ലതുകൊണ്ടേ പറഞ്ഞോളൂ. തന്ത്രപൂർവ്വം ഞാൻ പ്രസന്റ് ചെയ്യാം. ആരെയാണ് കണ്ടുവച്ചിട്ടുള്ളത്? ഞാനാരും കണ്ടുവച്ചിട്ടൊന്നുമില്ല. അതല്ല പറഞ്ഞത്. പിന്നെ? അപമാനിക്കരുത്. ഈ നാട്ടിന്ന് ഒന്നുമില്ലാത്ത ഒരാള്, ഒന്നുമില്ലാത്തൊരു പെണ്ണിന്റെ കാര്യവും പറഞ്ഞു വന്നാൽ തന്നെ അപമാനിക്കരുത്. ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള സ്ഥിതിയൊന്നും ഇല്ലാന്നും അറിയാം. പക്ഷേ അച്ഛനോടത് പറയാൻ എനിക്ക് വയ്യല്ലോ. മകളുടെ സമ്മതമൊന്നും അച്ഛന്മാർ ചോദിക്കുന്ന പതിവൊന്നും ഇല്ലേ ഇവിടങ്ങളിലൊക്കെ? മകൾക്ക് എത്ര സമ്മതാച്ചാലും ചെല്ലുന്ന സ്ഥലത്ത് വലിയ കാര്യമൊന്നും ഇല്ലെന്നും അറിയാം. അതുകൊണ്ടാ പറഞ്ഞത്, അപമാനിക്കാണ്ടേ അയച്ചാ മതി അച്ഛനെന്ന്. ആയതൊക്കെ എടുത്തോളൂ. അച്ഛനെപ്പോഴും ഗാന്ധിയനാ. മദ്യം എന്നൊക്കെ കേട്ടാൽ അതാ അപ്പുണ്ണിയേട്ടൻ ഇവിടെ ആക്കിയത്. അപ്പുണ്ണിയേട്ടന്റെ വക വല്ലപ്പോഴും അല്ല ഇങ്ങനൊന്നും തരാവുള്ളൂ. അപ്പൊ എന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ മാലേച്ചി ഒന്ന് കണ്ണടച്ചോളൂ. അതെ അതെ, എപ്പോഴെങ്കിലും കിട്ടണതല്ലേ വെച്ചിട്ട് എടുത്തു മോന്തി അവിടെ ചെന്ന് അച്ഛന്റെ മുമ്പിലെങ്ങാനും വട്ടം തിരിഞ്ഞാലുണ്ടല്ലോ. എന്നാലേ കാശ് മുതലാക്കാൻ കഴിയുന്നത്ര സ്വന്തം വയറ്റിലെത്തട്ടെ വെച്ചിട്ട് പൂശാൻ പോണത് വേറൊരാളാണ്. അവിടെ മതി പോണി. കുട്ടികളെവിടെ? അപ്പുറത്ത് വലിയ മുത്തച്ഛന്റെ കൂടെ എന്ന് വരുന്ന നാമം ചൊല്ലണമെന്നാ നിയമം. ആരാ? കൊറേ കേട്ടാ അറിഞ്ഞൂടെ? നമ്മുടെ എഴുത്തച്ഛനാ. ഒരു തുള്ളി അതിന് കൊടുത്തേക്ക്. മനസ്സിലായി, കുറച്ച് ക്ഷയം പിടിക്കണ്ട. എഴുത്തച്ഛന് എത്ര വേഗം മണം കിട്ടിയത്? ശിവൻകുട്ടി വരുമ്പോഴായിരുന്നു രസം. എന്തെല്ലാം ജാതി കുപ്പികള്. എത്ര കൊല്ലായി, ഇപ്പോഴും സമയം കൃത്യം. അല്ല, അങ്ങനെ സ്നേഹമുള്ളൊരു കുട്ടി ഈ ദേശത്ത് ഉണ്ടായില്ല. മാലതി, കൊണ്ടാട്ടമുളക് വേണത്ര വേണുവിന്, വേഗം മറക്കൂ. മാലേച്ചി കേട്ടില്ലല്ലോ. വേണുവേട്ടൻ കല്യാണം കഴിക്കണു ഉടൻ. അത് തീരുമാനിച്ചു. ഈ പ്രദേശത്ത് മതി നിശ്ചയിച്ചു കഴിഞ്ഞു. പോരെ? നമുക്ക് പൊടി പൊടിക്കണം. ആരായാലും പറഞ്ഞോളൂ. ബാക്കി കാര്യങ്ങള് ദാ ഇവർ രണ്ടാളും ഏറ്റു. ഞാനുണ്ട്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വെറുതെ പെട്ടെന്ന് തോന്നിയതാണ്. വേറെ ആരുമല്ല, നിന്റെ രാക്ഷസനില്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ മകൾ. നിങ്ങൾക്കൊന്നും എതിരില്ലെങ്കിൽ ആലോചിച്ചോളൂ. എതിര്? എന്തിനെതിര്? ഞാൻ പോയി കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. അതോ അച്ഛൻ സംസാരിച്ചാൽ മതി? അതാണ് ഭംഗി. അതെ അതെ, അതാ ശരി. ചേഴ്സ്. ഒന്നുകൂടെ ഒഴിക്കേ. അങ്ങനെ വരട്ടെ. ഞാനും എറണാകുളത്ത് പോയി നാളെ ഉച്ചയ്ക്ക് ഓഫീസിലെത്തും. നീ രാവിലെ പുറപ്പെടില്ലേ? അപ്പൊ ശരി.
അങ്ങനെ തോന്നിയത് നന്നായി. കുറുപ്പ് ഇവിടെ വന്ന് അടിയും കാലും പിടിക്കും, എങ്ങനെയെങ്കിലും നടത്തിത്തരാൻ. ഇവിടെ വരണത് തന്നെ തന്റെ പ്രതാപത്തിന് യോജിക്കണതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണല്ലോ കൃഷ്ണക്കുറുപ്പ്. പറയാതെ എങ്ങനെ അവരറിയാ? ഞാൻ അത്ര പൊട്ടനോ? ഇങ്ങനെ ചെറിയൊരു ചാൻസ് ഉണ്ടെന്ന് മാത്രമേ എഴുത്തച്ഛൻ പറയൂ. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വേണ്ട എന്താച്ചാ ചെയ്യണമെന്ന് വേണു പറഞ്ഞ വിവരം അവിടെ കിട്ടും. അയാള് വന്നാൽ ആദ്യം ഒന്ന് ഒലുമ്പും ഞാൻ. വരട്ടെ. ഏതായാലും നാരായണിക്കും ദേവിക്കും ഇവിടെ ഉള്ളവരെന്ന് വെച്ചാ ജീവന, അത് പറയാണ്ട് വയ്യ. രാജൻ നാളെയല്ലേ പോവുള്ളൂ, അതിനു മുമ്പ് കുറുപ്പിനെ വരുത്തിക്കോളാം. കാര്യം എന്തായാലും ആ പെണ്ണ് ദേവി ഭാഗ്യം ചെയ്തോളാം. കളിതമാശ പറഞ്ഞു പറഞ്ഞ് അവസാനം കുഴപ്പത്തിൽ ചാടി അല്ലേ രാജ? എന്തു കുഴപ്പം? കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയായിരുന്നില്ലേ? വിവരമുള്ള ആളല്ലേ. എന്തു പറയാൻ? എന്ത് പറയാന്നോ? അവളെന്ന് മാത്രം ധ്യാനിച്ചിരിക്കണ വേറൊരാളുണ്ട്, നീ. എന്നങ്ങോട്ട് തുറന്നു പറയാ, അതന്നെ. വേണുവേട്ടൻ പെട്ടെന്ന് വേണുവേട്ടൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല മാലേച്ചി. എന്നാലും പിന്നെങ്കിലും നിനക്ക് സ്വകാര്യത്തിൽ പറയായിരുന്നില്ലേ? വേണുവേട്ടന്റെ സന്തോഷം കണ്ടപ്പോ ഒക്കെ അടക്കി പിടിക്കണ സ്വഭാവമുള്ള ആളാ. എന്നിട്ടും ആവേശം കണ്ടില്ലേ? ഇവിടെ വന്ന ശേഷം വേണുവേട്ടൻ ആളാകെ മാറി. നമ്മൾ അങ്ങനെ പറയും. ഇവിടുന്ന് ഓരോ കാര്യത്തിന് എഴുതുമ്പോഴും ചോദിക്കുന്ന പണം എടുത്തോളാൻ പറയും. ഒന്നിനും ഒരു ചോദ്യവും ഇല്ല. അതിന് നീ പണിയെടുക്കണില്ലേ? ശമ്പളം മാത്രമാണോ പറ്റണ്? വർക്കിംഗ് പാർട്ട്ണർഷിപ്പ്, ഹോട്ടൽ പ്രോജക്റ്റിൽ ഞാൻ ചോദിക്കാതെ തന്നെ ഷെയർ, അങ്ങനെ എന്തൊക്കെ. ശിവേട്ടൻ അത്ര സഹായിച്ചിട്ടുണ്ടാവും. ശിവേട്ടൻ പണം മാറണ കാലത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? എടാ, അവൾക്കെന്തു തോന്നും? തേനേ പാലേന്നും പറഞ്ഞ ആഴ്ചയിൽ നിന്റെ 3 കത്ത്. എനിക്കൊന്നും അറിയില്ലെന്നാ നീ വിചാരിച്ചിരിക്കണേ? നിനക്ക് വയ്യെങ്കിൽ ഞാൻ വേണുവിനോട് പറയാം. പിന്നീട് ഒരിക്കൽ ഇത് കേട്ട് കേൾപ്പിച്ച് വേണു അറിഞ്ഞാലോ? അപ്പോ അതിലേറെ കുഴപ്പാവില്ലേ? പറയാം. എന്താ തിരക്ക്? എന്തോ കോൾ അടിച്ചിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിലെ സൂത്രങ്ങള് എനിക്കൊന്ന് പഠിപ്പിച്ചതാ വേണു. ഫോണിൽ സസ്പെൻസ് നിർത്തിയപ്പോ എന്താ കല്യാണം വല്ലതും നിശ്ചയിച്ചോ? എന്താ എനിക്കൊന്നും പാടില്ലേ? എപ്പോഴാ? എവിടുന്നാ? മുമ്പ് എറണാകുളത്ത് വന്ന കേസാണോ? അതല്ല, അത് ഞാൻ കൊണ്ടുവന്നല്ലേ. അത് അമേരിക്കയ്ക്ക് പോയി. ഇത് പറയാം. ഒരു സെക്കൻഡ്. നീ എന്താ രാവിലെ വരാത്തത്? രാവിലെ പുറപ്പെടാൻ പറ്റിയില്ല. പിന്നെ അച്ഛൻ അവരുമായിട്ട് വല്ല ഡിസ്കഷനും? മാലേച്ചി ഒരു കത്ത് തന്നിട്ടുണ്ട്, വിവരം അതിലുണ്ട്. സംസാരത്തിലെ പലതൊക്കെ എഴുത്തിലുണ്ടാവും അല്ലേ? വാ, നമ്മുടെ 2-3 കമ്പനിക്കാരേ ഉള്ളൂ, വലിയ പാർട്ടിയൊന്നുമില്ല. നല്ല ഹാൻഡ് റൈറ്റിംഗ്. എന്നിട്ട് കാര്യം പറഞ്ഞില്ല? കല്യാണം ഒരു മഹാസംഭവമൊന്നും അല്ലല്ലോ, ആലോചിക്കുന്നുണ്ട്. ഞാനിന്ന് വിളിച്ചത് എന്റെ ഈ ഹോട്ടൽ പ്രോജക്റ്റ് ഇല്ലേ, അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി ഫ്ലോട്ട് ചെയ്യുന്നു. റിസർവ് ബാങ്ക് പെർമിഷൻ അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ എല്ലാ ഫ്രണ്ട്സും അവരുടെ ഫ്രണ്ട്സും ചേർന്ന് ബ്ലോക്ക് ആയിട്ട് എടുത്താലേ അതൊരു സക്സസ് ആവും. രാജേട്ടാ, ഒരു ചായ കുടിച്ചിട്ട് വരട്ടെ? മുതലാളി ഇപ്പൊ വരില്ലല്ലോ. ആ ആ അതാദ്യം എന്നോട് പറയാമായിരുന്നില്ലേ?
4 മുഴം നാവുള്ള നിന്റെ ഏട്ടത്തിക്ക് അപ്പൊ തന്നെ ഒരു ഹിന്റ് തരാമായിരുന്നില്ലേ? എല്ലാവരും നിർബന്ധിച്ചപ്പോ ഞാനൊരു സാക്ഷ്യം പറഞ്ഞൊന്നല്ലാതെ പ്രേമത്തിൽ തലകുത്തി നിന്നിട്ടൊന്നുമില്ലല്ലോ. അത് വിട്ടേക്ക്. ഇനി ചെയ്യേണ്ട എന്താന്ന് ആലോചിക്കാം. രാവിലെ ഫസ്റ്റിംഗ് ഒരു വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാ. ഞാനൊരു തമാശ പറഞ്ഞതായിരുന്നു എന്ന് പറ, എന്ത് വേണേലും പറ. നമുക്ക് ഗ്രാൻഡായിട്ട് നടത്തുകളെ. സൊസൈറ്റിയിലെ 10 പേര് നിന്നെ അറിയാനായിട്ട് ഗംഭീരമായിട്ട് ഇവിടെ വെച്ച് തന്നെ ഒരു റിസപ്ഷൻ. അച്ഛനോട് ഞാൻ തന്നെ വന്ന് പറയണം. വേണ്ട, ഞാൻ പോവാം. ഇറ്റ്സ് ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. കാർ എടുക്കാൻ പറ. പോടാ.